കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 5, 12 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു ഒരു പട്ടണത്തിൽ ആയിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈനീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറി. യേശു അവനോട് പറഞ്ഞു, ഇക്കാര്യം നീ ആരോടും പറയരുത്. പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചതനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ യേശുവിൻ്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേയുള്ളൂ. അവൻ്റെ വാക്ക് കേൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി. അവനാകട്ടെ വിജനപ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ധന്യമാക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുക. ചില ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്, അത് നിറവേറ്റണം. നമുക്ക് നമ്മുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്, അത് മനസ്സിലാക്കി നമ്മൾ ജീവിക്കണം. ഇന്നത്തെ ആദ്യ വായന നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യം, ദൈവമക്കൾ ലോകത്തെ സ്നേഹിക്കേണ്ടവരല്ല, ലോകത്തിൻ്റെ മേൽ വിജയം വരിക്കേണ്ടവരാണ്. അങ്ങനെയുള്ളവരാണ് ശരിക്കും ദൈവത്തിൻ്റെ മക്കളായി മാറുക, യേശുവിൽ വിശ്വസിക്കുന്നവരായിട്ട് മാറുക. 1 യോഹന്നാൻ 2-ാം അധ്യായം 15-16 വചനങ്ങൾ വായിക്കുമ്പോൾ, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. കർത്താവ് നൽകിയിരിക്കുന്ന ഈ കൽപ്പന ലംഘിക്കുന്നതാണ് ഇന്ന് ഒത്തിരി പേർക്ക് പ്രാർത്ഥിക്കുന്നതിന് തടസ്സമായി മാറിയിരിക്കുന്നത്, ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമായി മാറിയിരിക്കുന്നത്. പറയുന്നത് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ലോകത്തിൻ്റെ മേൽ വിജയം വരിക്കണം. ലോകത്തെ സ്നേഹിച്ച് ലോകത്തിൻ്റെ അടിമകളായിട്ട് ലൗകികതയിൽ നമ്മൾ ജീവിക്കുകയല്ല ചെയ്യേണ്ടത്. ആത്മീയത അതിനേക്കാൾ ഉയർന്നു നിൽക്കണം എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, ദൈവം സാക്ഷ്യം നൽകുന്ന ദൈവമാണ്. നമ്മൾ കേട്ടു 3 കാര്യങ്ങൾ യേശുവിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നും സാക്ഷ്യമായിട്ട് വന്ന 3 കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ജലം, രക്തം, ആത്മാവ്. ഈ 3 കാര്യങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളത് നാം കേട്ട ഒരു കാര്യമാണ്. ദൈവം സാക്ഷ്യം വഹിക്കുന്ന ഒരു ദൈവമാണ്. മാത്രമല്ല, ഇന്നത്തെ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, മനുഷ്യരുടെ സാക്ഷ്യത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. നമുക്കറിയാലോ, കല്യാണം നടക്കുമ്പോൾ അവിടെ പറയാറുള്ളൊരു കാര്യമാണ്, സാക്ഷികൾ വരൻ്റെയും വധുവിൻ്റെയും അടുത്ത് വന്നിക്കണം. ഇനി അവർ പ്രാർത്ഥനയ്ക്ക് ശേഷം അവരോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളിതിന് സാക്ഷികളാണല്ലോ, ആണെന്ന് അവർ പറയുകയും ചെയ്യും. മനുഷ്യരുടെ സാക്ഷ്യം അവർ പിന്നെ അവിടെ രജിസ്റ്ററിൽ ഒപ്പൊക്കെ ഇട്ടിട്ടാണ് അവർ പോവുക, അവരിതിന് സാക്ഷികളാണ് എന്നുള്ളത്. ഇവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, മനുഷ്യരുടെ സാക്ഷ്യത്തിന് വിലയുണ്ടെങ്കിൽ അതിനേക്കാൾ വിലയുള്ളതാണ് ദൈവത്തിൻ്റെ സാക്ഷ്യം. ആ സാക്ഷ്യമാണ് നമ്മളെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അതാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഇതാണ് ആ സാക്ഷ്യം എന്ന് യോഹന്നാൻ ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. 1 യോഹന്നാൻ 5-ാം അധ്യായം 11-12 വചനങ്ങൾ. ഇതാണ് ആ സാക്ഷ്യം. ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. പുത്രനെ സ്വന്തമാക്കിയവന് ജീവനുണ്ട്, സ്വന്തമാക്കാത്തവർക്ക് ജീവനില്ല. ഇതിൻ്റെ വെളിച്ചത്തിൽ ധ്യാനിച്ചാൽ നമ്മൾ എത്ര പേര് പാസ്സാകും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. യേശുക്രിസ്തുവിനെക്കുറിച്ച് കേട്ടവരൊന്നുമല്ല, യേശുവിനെക്കുറിച്ച് പറഞ്ഞു നടക്കുന്നവരുമല്ല. സ്വർഗത്തിൽ പോകുന്നത്, നിത്യജീവന് അർഹത നേടുന്നത് ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്? യേശുവിനെ സ്വന്തമാക്കിയവർ, യേശുക്രിസ്തുവിൻ്റെ സ്വന്തമായി മാറിയവർ. ഇനി എത്രയോ കിലോമീറ്റർ യാത്ര ചെയ്താലാണ് ഒരുപക്ഷെ നമ്മളവിടെ എത്തുക. പറയുന്നുണ്ട്, നമ്മുടെ ആധ്യാത്മിക ജീവിതം
ആത്മീയമായിട്ടുള്ള വളർച്ച ഇതിങ്ങനെ തുടരണം, മരണം വരെ തുടരേണ്ട ഒരു കാര്യമാണ്. ഞാൻ അത്യാവശ്യം പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, സന്ധ്യാപ്രാർത്ഥനയുടെയൊക്കെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട്. ഇത്രയും ചിന്തിച്ച് അതിലൊതുങ്ങിപ്പോയാൽ മതിയോ? പോരാന്ന്. യേശുവിനെ സ്വന്തമാക്കിയവർക്കും യേശുവിൻ്റെ സ്വന്തമായവർക്കും ഉള്ളതാണ് നിത്യത എന്നുള്ളത് കൃത്യമായിട്ട് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു കാര്യത്തിൽ നമ്മൾ അധ്വാനിക്കുന്നവരായിട്ട് മാറണം. അലസർക്ക് അവിടെയൊന്നും എത്താൻ പറ്റത്തില്ല, സ്വാർത്ഥമതികൾക്ക് അവിടെയൊന്നും എത്താൻ പറ്റത്തില്ല. നമ്മൾ അധ്വാനശീലരായിട്ട് മാറണം. അപ്പോഴാണ് ഈ ഒരു സാധ്യത നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരിക. ഇന്നത്തെ സുവിശേഷവാദം നമ്മൾ കണ്ടു, ഒരു കുഷ്ഠരോഗി. ലേവ്യരുടെ പുസ്തകം 13:45 എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു കുഷ്ഠരോഗി അനുഭവിക്കുന്ന വ്യഥ, മാനസികമായിട്ടുള്ള വ്യഥ, ശാരീരികമായിട്ടുള്ള വ്യഥ, സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട അവസ്ഥ, ഇതെല്ലാം അവിടെ കാണാൻ പറ്റും. കുഷ്ഠരോഗി കീറിയ വസ്ത്രം ധരിക്കണം, മുടി ചീകരുത്, മേൽചുണ്ട് മറയ്ക്കണം, അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയണം. ദൂരെ നിന്ന് ഈ ശബ്ദം കേട്ടിട്ട് ആരെങ്കിലും അതിലെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മാറിപ്പോണം. അതിനുവേണ്ടിയാണ്. കുഷ്ഠരോഗിയുമായിട്ട് അസോസിയേഷൻ പാടില്ല. ഇനി അങ്ങനത്തെ ഒരവസ്ഥയിൽ കഴിഞ്ഞിരുന്ന് ഈ കുഷ്ഠരോഗി എന്തുമാത്രം റിസ്ക് എടുത്താണ് യേശുവിൻ്റെ അടുത്ത് എത്തിയത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഒരുപാട് അവനെ വഴിയിൽ വെച്ച് വേണമെങ്കിൽ ആരെങ്കിലും കണ്ട് കല്ലെറിഞ്ഞ് കൊല്ലാം, അതിന് കേസും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ എറിഞ്ഞ് കൊന്നാൽ കൊന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ഈ മനുഷ്യൻ എനിക്ക് എങ്ങനെയെങ്കിലും മരിക്കണമെങ്കിൽ മരിക്കട്ടെ, പോകുന്ന വഴിക്ക് ആളുകൾ കല്ലെറിയണമെങ്കിൽ കല്ലെറിയട്ടെ, യേശുവിൻ്റെ അടുത്ത് എനിക്ക് എത്തണം, യേശുവിൻ്റെ അടുത്ത് എത്തിയാൽ അവൻ എന്നെ സുഖപ്പെടുത്തുമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നത് കൊണ്ട് റിസ്ക് എടുത്ത് അപകടകരമായ ഒരു നീക്കമാണ് നടത്തിയത്. എങ്കിലും അവനത് നടത്തി. ഇതിൻ്റെയൊക്കെ ഒരംശം റിസ്ക് നമ്മൾ എടുക്കുമായിരുന്നേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആധ്യാത്മികമായിട്ട് ഇനിയും ഉയരാൻ പറ്റില്ലായിരുന്നു. ഒന്നുമില്ല, നമ്മൾ കംഫർട്ടബിളായിട്ട് നമ്മുടെ കംഫർട്ട് സോൺ വിടാതെ കണ്ട് ആ രീതിയിൽ പോയിട്ട് ആത്മീയ വളർച്ച പക്വത പ്രാപിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടെന്ത് കാര്യം? അതുണ്ടാകുന്നത് അതിനുവേണ്ടി അധ്വാനിക്കാൻ തയ്യാറാകുന്നവർ, ത്യാഗമെടുക്കാൻ തയ്യാറാകുന്നവർ, റിസ്ക് എടുത്ത് മുമ്പോട്ട് പോകാൻ തയ്യാറാകുന്നവരാണ് എന്നുള്ളത് നാം തിരിച്ചറിയും. മറ്റു പല കാര്യങ്ങൾക്ക് നമ്മൾ റിസ്ക് എടുക്കും. വിദേശത്ത് പോകാനാണെങ്കിൽ അതിന് ഒരുപാട് പണം അതുമായി ബന്ധപ്പെട്ട് കാശ് കൊടുത്താണ് പോകുന്നത്. ഇനി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കബളിപ്പിക്കപ്പെടുവോ എന്ന് ചിന്തിച്ച് ആരും മുമ്പോട്ട് വരാതിരുന്നു കഴിഞ്ഞാൽ ആരെങ്കിലും വിദേശത്ത് പോകുമായിരുന്നു. റിസ്ക് എടുത്താണ് പലരും ആ ഒരു കാര്യത്തിന് ഒരു മുമ്പോട്ടുള്ള ചുവടുവയ്പ്പ് നടത്തിയത്. അതുകൊണ്ട് പലരും രക്ഷപ്പെട്ടിട്ടുണ്ട്. കുറേയൊക്കെ കളിപ്പീരും പ്രശ്നമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഒത്തിരി പേരങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട്. പറയുന്നുണ്ട്, പ്രോഗ്രസ് വേണമെങ്കിൽ റിസ്ക് എടുക്കാൻ തയ്യാറാകണം. നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ഉയർച്ച വേണമെങ്കിൽ അധ്വാനിക്കാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളത് ഈ ഒരു വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. യേശുവിൻ്റെ അടുത്തെത്തിയ കുഷ്ഠരോഗി പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ പറ്റും. കർത്താവ് ഉടനെ പറഞ്ഞൊരു കാര്യമുണ്ട്, മനസ്സുണ്ടെങ്കിലെന്നോ? എനിക്ക് മനസ്സുണ്ട്. കാരണം ഇത്രയും ത്യാഗമെടുത്ത് റിസ്ക് എടുത്ത് എൻ്റെ അടുത്ത് വന്ന വ്യക്തിയെ മാനിക്കാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. നിനക്ക് ശുദ്ധി വരട്ടെ എന്ന് പറഞ്ഞു. തൽക്ഷണം കുഷ്ഠരോഗി ശുദ്ധിയുള്ളവനായി മാറി എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ എടുക്കുന്ന ത്യാഗത്തിന്, കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം കിട്ടാതെ പോകില്ല. ദൈവം അതിനുത്തരം തരാതെ പോകില്ല എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കുറിച്ചിടേണ്ട ഒരു കാര്യമാണ്. ഒരു ബോധ്യം ഏറ്റെടുത്താൽ നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കുന്നവരായി മാറാൻ പറ്റും, പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കുന്നവരായി മാറാൻ പറ്റും. അവിടെയെല്ലാം ദൈവം നമുക്കായിട്ട് അത്ഭുതകരമായി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ബോധ്യത്തോടെ ഇനിയുള്ള കാലമെങ്കിലും ജീവിക്കുവാൻ വേണ്ട അഭിഷേകത്തിനായിട്ട് ഈ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.